റിയാലിറ്റി, ഫിനാൻസ് തുടങ്ങിയ സെക്ടറുകളിൽ വന്ന പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 25,000-ന് മുകളിൽ ഫ്ലാറ്റ് ക്ലോസിംഗ് നൽകി. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തിന് മുൻപേ ഉള്ള ക്ലോസിംഗ് ആയ 25,100-നടുത്തുള്ള ക്ലോസിംഗ് ആണ് കഴിഞ്ഞ ദിവസവും മാർക്കറ്റ് നൽകിയത്. മാർക്കറ്റ് 25,000-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം 25,350 എന്ന റെസിസ്റ്റൻസിലേക്ക് പോകാനും ആ റെസിസ്റ്റൻസിനെ മറികടക്കാനും സാധ്യതയുണ്ടെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന ലെവൽ 24,850 ആണ്. 20-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച്. 20-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം മാർക്കറ്റിൻ്റെ ട്രെൻഡ് പോസിറ്റീവായി തുടരും. മാർക്കറ്റിൽ പോസിറ്റീവ് ട്രെൻഡ് നിലനിൽക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഷോർട്ട് ടൈമിലേക്ക് ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ പരിഗണിക്കേണ്ട ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തെ സ്റ്റോക്ക് ഇൻഡിഗോ അല്ലെങ്കിൽ ഇന്റർഗ്ലോബ് ഏവിയേഷൻ ലിമിറ്റഡ്. ഡെയിലി ക്യാൻഡിൽ പാറ്റേണിൽ ഒരു ട്രയാങ്കുലർ രീതിയിലുള്ള ബുള്ളിഷ് ബ്രേക്കൗട്ട് കാണാൻ സാധിക്കുന്ന സ്റ്റോക്കാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 5,500 ഒരു റെസിസ്റ്റൻസ് സോണായിരുന്നു. ഈ 5,500 എന്ന റെസിസ്റ്റൻസ് സോണിനെ കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യുകയും 5,695-നടുത്ത് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 200-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. കൂടാതെ 34-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൻ്റെ സ്ട്രോങ് സപ്പോർട്ടുമുണ്ട്. വീക്കിലി RSI 66-നടുത്ത് നിൽക്കുന്നത് സ്റ്റോക്കിൽ വന്നിരിക്കുന്ന മൊമെൻറ്റത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ MACD ബുള്ളിഷ് ക്രോസ് ഓവർ സിഗ്നലും നൽകി. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 6,100 പോലുള്ള ടാർഗറ്റ് സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. 5,300 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. രണ്ടാമത്തേത് ഇറാഡ എന്ന സ്റ്റോക്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉയർന്ന വോളിയവും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് 183 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. ഇറാഡ എന്ന സ്റ്റോക്കിലും ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് നമ്മൾക്ക് കാണാൻ സാധിച്ചു. ഇതോടൊപ്പം തന്നെ ശക്തമായ ബൈയിങ്ങും ഇറാഡ എന്ന സ്റ്റോക്കിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് 183 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഈ 183 രൂപയ്ക്ക് അടുത്ത് അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ്. 169 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 205 രൂപയുടെ ടാർഗറ്റാണ് സ്റ്റോക്കിൽ എയിം ചെയ്യേണ്ടത്. സ്റ്റോക്ക് ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള ട്രെൻഡ് രൂപീകരിച്ചതിനോടൊപ്പം തന്നെ ഒരു അപ് ട്രെൻഡും രൂപീകരിച്ചിട്ടുണ്ട്. 200-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് ഇറാഡ. മൂന്നാമത്തേത് മെറ്റൽ സെക്ടറിലെ കമ്പനിയായ വേദാന്ത. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 457 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. സ്റ്റോക്ക് ഫോളോ ചെയ്തു വന്ന ഒരു ഡൗൺവേർഡ് ട്രെൻഡ് ലൈൻ അവസാനിപ്പിച്ച് ബ്രേക്കൗട്ട് ട്രേഡിംഗ് അല്ലെങ്കിൽ ബ്രേക്കൗട്ട് കൺഫർമേഷൻ നൽകിയ സ്റ്റോക്കാണ് വേദാന്ത ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലായിരുന്നു. കൺസോൾട്ടേഷനും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബുള്ളിഷ് റിവേഴ്സൽ സൂചനയാണ് നൽകുന്നത്. 200-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജിനോടൊപ്പം തന്നെ 35-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൻ്റെ സപ്പോർട്ടുമുണ്ട്. MACDയും ഒരു ബൈയിങ് സിഗ്നൽ നൽകുകയും RSI ബുള്ളിഷ് ക്രോസ് ഓവർ നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ്. 425 രൂപയുടെ സ്റ്റോപ്പ് ലോസാണ് വേദാന്തയിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. 500 പോലുള്ള ടാർഗറ്റ് എയിം ചെയ്യാവുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് രാംകോ സിമൻറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള ഒരു പാറ്റേൺ ഫോം ചെയ്ത് ഹയർ സൈഡിലേക്ക് നീങ്ങുന്ന സ്റ്റോക്കാണ്. സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1,039 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ശക്തമായ ഒരു കറക്ഷന് ശേഷം ശക്തമായ രീതിയിലുള്ള ഒരു തിരിച്ചുവരവ് വരികയും പിന്നീട് സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കൺസോൾട്ടേഷൻ ഫേസിൽ നിന്നും ബ്രേക്കൗട്ട് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഷോർട്ട് ടൈം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ രാംകോ എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ്. രാംകോ എന്ന സ്റ്റോക്കിനെ 1,130, 1,150 തുടങ്ങിയ ടാർഗറ്റുകളിലേക്ക് എയിം ചെയ്യാം. 985 രൂപയുടെ സ്റ്റോപ്പ് ലോസാണ് സ്റ്റോക്കിൽ അപ്ലൈ ചെയ്യേണ്ടത്. മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കും ഒരു പ്രത്യേക റേഞ്ചിൽ, അതായത് സ്റ്റോക്ക് ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് നടത്തിയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ശക്തമായ രീതിയിലുള്ള ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങാൻ, അതായത് ഷോർട്ട് ടൈമിൽ ഹയർ സൈഡിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. വളരെ ഫാസ്റ്റ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഗ്രാജുവലി സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണ്. 1,416-നടുത്തായിട്ടാണ് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകിയത്. 1,500, 1,550 പോലുള്ള ടാർഗറ്റുകൾ സ്റ്റോക്കിൽ എയിം ചെയ്യാവുന്നതാണ്. 1,345-നടുത്തുള്ള സ്റ്റോപ്പ് ലോസ് നമ്മൾക്ക് അപ്ലൈ ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.